ഭാരതസഭയ്ക്ക് അഭിമാന നിമിഷം. കന്യാകുമാരിയുടെ മദർ സ്കൊളാസ്റ്റിക്കയെ ദൈവദാസിയായി പ്രഖ്യാപിച്ച വത്തിക്കാൻ. തമിഴ്നാട്ടിലെ കന്യാകുമാരി രൂപതയിലെ വിശുദ്ധിയുടെ സാക്ഷിയായി അറിയപ്പെടുന്ന മദർ സ്കൊളാസ്റ്റിക്കയുടെ വിശുദ്ധ പദവി നടപടികൾക്ക് ഇതോടെ ഔദ്യോഗിക തുടക്കമായി. സഭ മദർ സ്കൊളാസ്റ്റിക്കയെ ദൈവദാസി എന്ന പദവിയിലേക്ക് ഉയർത്തി. കന്യാകുമാരി രൂപതാമിദ്രാൻ ബിഷപ്പ് നസറൈൻ സൂസയുടെ നേതൃത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടെയാണ് രൂപതാതല അന്വേഷണ നടപടികൾക്ക് തുടക്കമിട്ടത്. മദറിന്റെ ജീവിതവും സുവിശേഷ സാക്ഷ്യവും വീരോചിതമായ പുണ്യജീവിതവും സംബന്ധിച്ച രേഖകളും സാക്ഷിമൊഴികളും ഇനി സഭ പരിശോധിക്കും. ദരിദ്രരോടുള്ള സ്നേഹവും രോഗികളോടുള്ള കരുതലും അഗാധമായ പ്രാർത്ഥനാ ജീവിതവും വിദ്യാഭ്യാസ സാമൂഹിക സേവന രംഗങ്ങളിലെ സമർപ്പണവുമാണ് മദർ സ്കൊളാസ്റ്റിക്കയെ ജനഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ പ്രതീകമാക്കിയത്. വർഷങ്ങളായി നിരവധി വിശ്വാസികൾ അവരുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു വരികയാണ്. കന്യാകുമാരി ജില്ലയിലെ തിങ്കൾ നഗറിനടുത്തുള്ള പട്ടാരിവിളയിൽ 1917 ഒക്ടോബർ 15 സവരി മുത്തുവിനും സെവരിയായിക്കും ജനിച്ച മദർ സ്കൊളാസ്റ്റിക്ക സിസ്റ്റേഴ്സ് ഓഫ് ദി സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സഭ സ്ഥാപിച്ചു. ജീവിതത്തിലുടനീളം ദരിദ്രർ, നിരാലംബർ, വൈകല്യമുള്ളവർ, കുഷ്ഠരോഗികൾ, പ്രായമായവർ എന്നിവരെ സേവിക്കുന്നതിനായി അവർ സ്വയം സമർപ്പിച്ചു. ആഴത്തിലുള്ള പ്രാർത്ഥന, അനുകമ്പ, നിസ്വാർത്ഥ സമർപ്പണം എന്നിവയാൽ മദറിന്റെ ശുശ്രൂഷ അടയാളപ്പെടുത്തപ്പെട്ടു. രൂപതാതല അന്വേഷണം പൂർത്തിയായ ശേഷം രേഖകൾ വത്തിക്കാനിലെ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള ഡിക്കാസ്ട്രിയിലേക്ക് കൈമാറും. തുടർന്ന് ഡിക്കാസ്ട്രി അംഗീകരിക്കുന്ന പക്ഷം മദർ സ്കൊളാസ്റ്റിക്ക ധന്യ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടും. തുടർന്ന് അത്ഭുതങ്ങൾ സഭ അംഗീകരിക്കുന്നതോടെ വാഴ്ത്തപ്പെട്ടവളായും പിന്നീട് വിശുദ്ധിയായും പ്രഖ്യാപിക്കപ്പെടുന്ന നടപടിയിലേക്ക് കടക്കും. ഇന്ത്യൻ സഭയ്ക്ക് മറ്റൊരു വിശുദ്ധയെ സമ്മാനിക്കുമെന്ന പ്രത്യാശയോടെയാണ് മദർ സ്കൊളാസ്റ്റിക്കയുടെ വിശുദ്ധ പദവിയിലേക്കുള്ള ഈ ചരിത്രയാത്ര ആരംഭിക്കുന്നത്. നാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.